ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത അതിന്റെ സൂചനകളൊക്കെയും പുറത്തു വരുന്നുണ്ട്. മനു, വയനാട്ടിലെ കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായി വരുന്നത്. ഏതായാലും എന്തൊക്കെയോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അല്പസമയത്തിനകം CCF മാധ്യമങ്ങളെ കാണും. കടുവ ചത്തു എന്നത് ഏറെക്കുറെ സ്ഥിരീകരിക്കേണ്ടുന്ന വെടിവെച്ച് കൊലപ്പെടുത്തിയതാണോ അതോ അതിന് പ്രായമായി ആ രീതിയിൽ ചത്താണോ നമുക്കറിയില്ല. ഏതായാലും കടുവ ചത്തു എന്ന വാർത്തയാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായി എത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. കടുവ ചത്തു എന്ന് പറയുന്നത് വയനാടുകാരെ സംബന്ധിച്ച് ഏറെ ആശ്വാസം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ കുറേ ദിവസമായി ഈ കടുവയുടെ പേരിൽ അവിടെയുള്ള മനുഷ്യർക്ക് പുറത്തിറങ്ങാൻ പോലും കഴിയാത്തൊരു സാഹചര്യമായിരുന്നു. ഏറ്റവും ദുരന്തപൂർണ്ണമായ ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുകയായിരുന്നു. അതിനിടയിലാണ് സാധാരണഗതിയിൽ ഒരു മരണ വാർത്ത വരുമ്പോൾ അത് മൃഗമായാലും നമ്മൾ ഏറ്റവും ദുഃഖത്തോടെയാണ് പറയാറുള്ളത്. പക്ഷേ ഇവിടെ ആശ്വാസത്തോടെ നമ്മൾ പറയുന്നു കടുവ ചത്തിരിക്കുന്നു എന്ന വാർത്ത ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് നമുക്ക് സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു മനു. പക്ഷേ നമുക്ക് അങ്ങനെ ഒരു സൂചന ഇപ്പോൾ അതെ, സൂചനകളാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നമുക്കതിന്റെ ഒരു സ്ഥിരീകരണത്തിലേക്ക് പോകണം. കാരണം ഇത് ഔദ്യോഗികമായി വനപാലകർ സ്ഥിരീകരിച്ചാൽ മാത്രമേ നമുക്ക് ആ രീതിയിൽ എടുക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ കടുവ ചത്തിരിക്കുന്നു എന്ന സൂചനകൾ ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അതൊരു ആശ്വാസ വാർത്ത തന്നെയാണ്. ആദ്യമായിട്ടായിരിക്കാം ഒരു മരണ വാർത്ത കേൾക്കുമ്പോൾ നമ്മൾ ആശ്വാസം കൊള്ളുന്നത്. കാരണം ഒരു പാവപ്പെട്ട സ്ത്രീയുടെ ജീവനെടുത്ത കടുവയാണ്. മുഖം പോലും കാണാൻ കഴിയാത്ത വിധം കടിച്ച് വികൃതമാക്കി ഒരു മനുഷ്യ സ്ത്രീയുടെ ജീവനെടുത്ത നരഭോജി കടുവ ഇപ്പോൾ ചത്തിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലൊരു വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ദൃശ്യങ്ങൾ എത്തിക്കാൻ കഴിയുമെന്നാണ് തോന്നുന്നത്. എന്തായാലും ആ കടുവ ചത്തു എന്ന സ്ഥിരീകരണത്തിലേക്ക് ഏറെക്കുറെ കാര്യങ്ങൾ എത്തുന്നുണ്ടെന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അല്പസമയത്തിനകം ഉദ്യോഗസ്ഥർ CCF അടക്കമുള്ളവർ മാധ്യമങ്ങളെ കാണാനിരിക്കുകയാണ്. പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് 48 മണിക്കൂർ കർഫ്യൂ ഡിക്ലയർ ചെയ്ത് തൊട്ടു പിന്നാലെ തന്നെ ഈ കടുവയെ ചത്ത നിലയിൽ ദൃശ്യങ്ങൾ നമ്മുടെ മുൻപിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വലയിൽ കുടുങ്ങിയ നിലയിലാണ് ആ കടുവ. അത് പിന്നീട് പിടിച്ചതാണ്. ഒരുപക്ഷെ അതിലൊന്നും ഒരു വ്യക്തത വന്നിട്ടില്ല. ഏതായാലും കടുവയുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുകയാണ്. അത് വണ്ടിയിൽ കയറ്റിക്കൊണ്ട് പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് വന്നിരിക്കുന്നത്. ആ രീതിയിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കടുവയെ വാഹനത്തിൽ കയറ്റി കടുവയുടെ ജഡം കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. ഏതായാലും ആ നരഭോജി കടുവ തന്നെയാണോ ചത്തത് എന്ന കാര്യത്തിലൊന്നും നമുക്കിപ്പോൾ ഒരു വ്യക്തത വന്നിട്ടില്ല. വനവകുപ്പ് ഉദ്യോഗസ്ഥർ അതിനെക്കുറിച്ച് ആയിരിക്കണം. പക്ഷേ കാരണം പറയാനുള്ളത് കൃത്യമായി ആ ബീറ്റിൽ തന്നെയുള്ള കടുവയായിരുന്നു. ഇന്നലെയും അക്രമകാരിയായ സ്വഭാവം ദൗത്യ സംഘത്തിന് നേരെ കാണിച്ചിരുന്നു. ജോഷില തയ്യാറായിട്ടുണ്ട്. ജോഷില, എന്താണ് വാർത്തയുടെ സ്ഥിരീകരണം? കടുവ ചത്ത നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. കടുവയുടെ ശരീരത്തിൽ ചോരപ്പാടുകളുണ്ട്. കടുവയുടെ ശരീരത്തിൽ ചോരപ്പാടുകളുണ്ട്. ഏത് രീതിയിലാണ് ചത്തത് എന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തമായിട്ടില്ല. എന്തായാലും ബേസ് ക്യാമ്പിലേക്ക് ഇതുമായി ചത്ത കടുവയുമായുള്ള യാത്രയിലാണ്. അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ഉദ്യോഗസ്ഥരുമുണ്ട്. വെടിവെച്ചതിൻ്റെ ഭാഗമായാണോ എന്നുള്ള കാര്യത്തിലും വ്യക്തത വന്നിട്ടില്ല. ഇന്ന് ഏതായാലും വെടിവെപ്പൊന്നും ഉണ്ടായിട്ടില്ല. ദൗത്യ സംഘം വനമേഖലയിലേക്ക് ഇറങ്ങുകയായിരുന്നു. ഇന്നലെ വെച്ചിരുന്നോ എന്നുള്ള കാര്യത്തിലും സംശയമുണ്ട്. കാരണം ഇന്നലെ RRT സംഘത്തെ ആക്രമിക്കുന്ന സമയത്ത് ജീവൻ രക്ഷ മുൻനിർത്തിക്കൊണ്ട് 12 ബോർഗൺ ഉപയോഗിച്ച് ഒരു വെടിയുതിർത്തിരുന്നു എന്നുള്ള ഒരു സംശയമുണ്ട്. അത് കൊണ്ടതാണോ എന്നുള്ള കാര്യം പോലും വ്യക്തമല്ല. എന്നാൽ പോലും കടുവയുടെ മേൽ ചോരപ്പാടുണ്ട്, ശരീരത്തിൽ ചോരപ്പാടുണ്ട് എന്നുള്ള കാര്യം മാത്രമാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. എന്തായാലും ചത്ത നിലയിലാണ് കടുവയെ കണ്ടെത്തിയിരിക്കുന്നത്. പിലാക്കാവിനടുത്തുള്ള വനമേഖലയിലാണ്, ഉൾക്കാട്ടിൽ നിന്നാണ് ഇത്തരത്തിൽ ചത്ത കടുവയെ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിനടുത്തായിരുന്നു തറാട്. ഇന്നലെ കടുവ ആക്രമിച്ച സ്ഥലം ഇതിനടുത്ത് 1 കിലോമീറ്റർ അപ്പുറത്താണ് തറാട് എന്ന പ്രദേശം. അവിടെ നിന്നായിരുന്നു ഇന്നലെ RRT ഉദ്യോഗസ്ഥനെ കടുവ ആക്രമിച്ചത്. ആ സമയത്താണ് ഉപയോഗിച്ചുള്ള വെടിവെപ്പ് ഉണ്ടായത് എന്ന് സംശയിക്കുന്നു. സ്ത്രീയെ കടിച്ചുകൊന്ന കടുവ തന്നെയാണോ ഇപ്പോൾ ഈ ചത്തത് എന്നതാണ് ഇനി നമുക്ക് അറിയാനുള്ള ഒരു സ്ഥിരീകരണം എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു അല്പസമയത്തിനകം തന്നെ വനവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് അതിലൊരു വിശദീകരണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. CCF അല്ലേ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുമെന്ന് കേൾക്കുന്നു. എന്താണ് അതിലൊരു വ്യക്തത? അവിടെയാണ് പാർക്കിംഗ്. പോകാൻ പറ്റില്ല. അവിടെ നിന്നുള്ള പ്രതികരണങ്ങളാണെന്ന് തോന്നുന്നു.
അവിടെ നിന്നുള്ള പ്രതികരണങ്ങൾ വ്യക്തത ഇല്ലാതെ വരുന്നുണ്ട്. കാരണം അത് നമുക്കിപ്പോ പറയാൻ കഴിയില്ല സ്ഥിരീകരിച്ച. അതെ, കാരണം ഇത് ആ കടുവ തന്നെയാണോ ഇപ്പോൾ ഈ ചത്തത് എന്നതിൽ ഒരു സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു. പക്ഷേ കടുവ ചത്തു എന്ന് പറയുന്നത് ഏറെ ആശ്വാസകരം നൽകുന്ന കാര്യം തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യമായിട്ടായിരിക്കും നമ്മൾ ഒരു മരണ വാർത്ത കേൾക്കുമ്പോൾ ആശ്വാസം കൊള്ളുന്നത്. ഒരു സ്ത്രീയുടെ ജീവൻ എടുത്ത കടുവ കൂടിയാണ്. അതിനെ പിടികൂടാൻ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ഈ ചത്ത കടുവയെ വാഹനത്തിൽ കയറ്റി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൊണ്ടുവരുന്നതാണ്. ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇന്നലെ രാത്രിയും ദൗത്യ സംഘത്തിന്റെ റഡാറിൽ അല്ലെങ്കിൽ ദൗത്യ സംഘത്തിന് മുന്നിൽ തന്നെ കടുവ രാത്രി വന്ന് പെട്ടിരുന്നു. അവർ ആ സമയത്ത് വെടിവെച്ചതാണോ എന്നതിൽ നമുക്ക് ഒരു വ്യക്തത അറിയില്ല. വെടിയുതിർത്തിരുന്നു എന്നൊക്കെയും ഉണ്ട്. അതിലൊക്കെയും സ്ഥിരീകരണം ഇനി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് കൃത്യമായി ലഭിക്കണം. എന്തായാലും പഞ്ചാരക്കൊല്ലിയിലെ നരഭോജി കടുവ ചത്ത നിലയിൽ എന്ന ഏറെക്കുറെ സ്ഥിരീകരിച്ച വാർത്ത നമുക്ക് നൽകാൻ കഴിയുന്ന ഒരു സമയമാണ് മനു ഇപ്പോഴുള്ളത്. അല്പസമയത്തിനകം CCF അടങ്ങുന്ന ഉന്നത ഉദ്യോഗസ്ഥർ ഇപ്പോൾ മാധ്യമങ്ങളെ കാണും. ഇതിലൊരു വ്യക്തത വരുത്തും എന്നുള്ളത് തന്നെയാണ്. അവിടെ നാട്ടുകാരും ഒക്കെയും പ്രതികരിക്കുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ വലയിൽ കെട്ടിയ നിലയിൽ ഇപ്പോൾ വണ്ടിയിലേക്ക് വലയിൽ കെട്ടിയ നിലയിലാണ് കടുവയെ ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അത് സ്വാഭാവികമായി നാട്ടുകാർക്ക് അതിനെ കാണാനും അത് ഈ ആളെ കൊല്ലി കടുവ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്താനും അവർക്ക് താല്പര്യമുണ്ടാകും. അതിന്റെ പേരിൽ അവരവിടെ ഞങ്ങളെ കാണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ രീതിയിൽ പ്രതിഷേധിക്കുകയല്ല, അവർ ആവശ്യപ്പെടുന്നുണ്ട്. നിലവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവരെയൊക്കെ തടഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണ്. കാരണം ഇതിലൊരു വ്യക്തത വരുത്തണമല്ലോ. ഇത് ഏത് കടുവയാണ് കൊല്ലപ്പെട്ടത് അല്ലെങ്കിൽ ചത്തത് എന്നതിലൊരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വയനാട്ടിലെ ആളെക്കൊല്ലി കടുവ തന്നെ ആയിരിക്കാം ഇതെന്ന് തന്നെയാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഏകദേശം ഒരു സ്ഥിരീകരണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ജോഷ്ല, എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്? മനു, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ബേസ് ക്യാമ്പിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. എന്നാൽ മാധ്യമപ്രവർത്തകരെ പുറത്തുനിന്ന് തടയുന്ന അവസ്ഥയാണുള്ളത്. പക്ഷേ മനു പറയുന്നത് കേൾക്കുന്നില്ലേ? മനു, ബേസ് ക്യാമ്പിന് പുറത്താണ് ഇപ്പോഴുള്ളത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ചത്ത കടുവയെ കൊണ്ടുപോയിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് വിശദീകരണങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. ഇവിടെ എത്തിയാൽ വിശദീകരണം നൽകാം എന്നുള്ളതാണ് റേഞ്ച് ഓഫീസർ അടക്കം പറഞ്ഞിരിക്കുന്നത്. മാധ്യമപ്രവർത്തകരോട് ബേസ് ക്യാമ്പിൽ എത്താൻ വേണ്ടിയിട്ടാണ് റേഞ്ച് ഓഫീസർ പറഞ്ഞിരിക്കുന്നത്. DFO അടക്കമുള്ള ഉദ്യോഗസ്ഥർ, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മാധ്യമപ്രവർത്തകരോട് ബേസ് ക്യാമ്പിലേക്ക് എത്തിച്ചേരാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഗേറ്റിൽ വെച്ച് പോലീസ് തടഞ്ഞിരിക്കുകയാണ്. മറ്റ് വിവരങ്ങളൊന്നും തന്നെ ചത്ത നിലയിൽ കടുവയെ പിലാക്കാവ് വനത്തിനുള്ളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇന്നലെ തറാട്ട് മേഖലയിൽ നിന്ന് ലഭിച്ച RRT ഉദ്യോഗസ്ഥനെ കടുവ ആക്രമിച്ചിരുന്നു. അതിന്റെ ഭാഗമായി ജീവൻ രക്ഷ എന്നുള്ള രീതിയിൽ വെടിവെപ്പ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമുണ്ട്. ആ വെടി കൊണ്ടതാണോ എന്നുള്ള കാര്യം സംശയമുണ്ട്. എന്തായാലും തറാട്ട് മേഖലയിൽ നിന്നും പിലാക്കാവ് മേഖലയിലേക്ക് ഏകദേശം 2 കിലോമീറ്റർ ദൂരം വരും. ആ സ്ഥലത്ത് വെച്ചാണ് കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഇന്ന് ദൗത്യസേനയാണ് ഈ വനമേഖലയിലേക്ക് കടന്നപ്പോൾ ചത്ത കടുവയെ കണ്ടെത്തിയിരിക്കുന്നത്. കടുവയുടെ ശരീരത്തിൽ ചോരപ്പാടുകളുണ്ട്. മറ്റേതെങ്കിലും ജീവിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കടുവ ആ രീതിയിൽ ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കപ്പെട്ടതാണോ എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. എന്തായാലും എങ്ങനെയാണ് ആക്രമണം ഉണ്ടായത് എന്ന് നമുക്ക് ലഭിക്കുന്ന വിവരമാണ്. ഈ പിലാക്കാവ് വനമേഖല കൃത്യമായി എവിടെയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. കഴിഞ്ഞ ദിവസം കടുവയെ കണ്ടു എന്ന് പറയുന്ന തറാട്ടിൽ പ്രദേശം, പഞ്ചാരക്കൊല്ലി, ഇതൊക്കെയും അടുത്തടുത്ത മേഖലകളാണോ? ഇന്ന് ദൗത്യസേന, അതായത് അരുൺ സക്കറിയ അടക്കമുള്ള ആളുകൾ ഉൾക്കൊള്ളുന്ന ദൗത്യസേന ഇന്ന് കടുവയെ പിടികൂടാനായി ഇറങ്ങിയിരുന്നു. എല്ലാ സജ്ജീകരണങ്ങളോടും കൂടി തന്നെയാണ് ഇന്ന് ദൗത്യസേന ഇവിടേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ആ ഒരു സമയത്താണ് ഇത്തരത്തിൽ കടുവയെ പിടികൂടിയിരിക്കുന്നത്. മറ്റ് ശാസ്ത്രീയമായ രീതികളിലൊക്കെ തന്നെ ഇതിന്റെ ഒരു എങ്ങനെയാണ് ചത്തത് അല്ലെങ്കിൽ ഏത് കടുവയാണ് എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ സ്ഥിരീകരണം ആവശ്യമുണ്ട്. ദൗത്യസേന എന്തായാലും ഈ ചത്ത കടുവയുമായി ഇവിടേക്ക് ബേസ് ക്യാമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. അരുൺ സക്കറിയ അടക്കമുള്ള സംഘമുണ്ട്. വെറ്റിനറി ഡോക്ടർമാരുടെ സംഘം ഇതിന്റെ കൂടെ തന്നെയുണ്ട്. എന്തായാലും മറ്റ് പ്രശ്നങ്ങൾ, എങ്ങനെയാണ് ഇത് ചത്തത്, അതുപോലെ തന്നെ ഇതിന്റെ ശാരീരികമായ അവസ്ഥ എന്തായിരുന്നു, ഇതുവരെ ഉണ്ടായിരുന്ന ഭക്ഷണം കിട്ടാത്തതിന്റെ പ്രശ്നമാണോ അല്ലെങ്കിൽ ക്ഷീണത്തിലായിരുന്നോ എന്നുള്ളതൊക്കെ തന്നെ, എങ്ങനെയാണ് ചത്തത് എന്നുള്ള കാര്യത്തിൽ തന്നെ ഒക്കെ തന്നെ. ജോഷില, ഒരു നിമിഷം ജോഷില, ഇപ്പോൾ മന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള സ്ഥിരീകരണം കൂടി വരുന്നുണ്ട്. മനു, ഈ കടുവയെ ചത്ത നിലയിൽ തന്നെ കണ്ടെത്തുകയായിരുന്നു. പുലർച്ചെ 2:30 കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയത് എന്ന് സ്ഥിരീകരിച്ചപ്പോൾ ഇനി നമുക്ക് സ്ഥിരീകരിച്ച വിവരം തന്നെ പറയാൻ കഴിയും. വനമന്ത്രിയുടെ ഓഫീസ് കൂടി അത് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അതായത് ഇന്ന് പുലർച്ചെ 2:30 ഈ കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. ഓപ്പറേഷൻ സംഘത്തിന്റെ തെരച്ചിലാണ് കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയതെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. ഇവിടെയാണ് ജോഷില കൂട്ടിച്ചേർത്ത വിവരത്തിന്റെ പ്രാധാന്യം
തന്നെ കടുവയുടെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടായിരുന്നു, ഒരു പക്ഷേ വെടിയേറ്റ അതെ, നിലയിൽ. കാരണം രാത്രിയിൽ തന്നെ ഈ കടുവ ദൗത്യ സംഘത്തിന്റെ മുന്നിൽ പെട്ടിരുന്നു. ആദ്യ സമയത്ത് ആ ഘട്ടത്തിൽ വെടിവെച്ചതായി നമുക്ക് അറിയില്ലായിരുന്നു. എന്നാൽ പിന്നീട് വെടിശബ്ദം കേട്ടതായി ഇപ്പോൾ അല്പസമയം മുമ്പ് ജോഷ്ല നമ്മളോട് പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ജോഷ്ല, വനം മന്ത്രിയുടെ ഓഫീസ് സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇത് ആളെ കൊല്ലി കടുവയാണ് ചത്തതെന്ന്. പുലർച്ചെ 2:30 കൂടിയാണ് കടുവയെ ഈ ഓപ്പറേഷൻ സംഘം ചത്ത നിലയിൽ കണ്ടെത്തിയത് എന്ന് പറയുന്നു. ഇനി നമുക്കറിയാനുള്ളത് ആ തെരച്ചിലിനിടയിൽ കടുവ വന്നപ്പോൾ വെടിവെച്ചപ്പോഴാണോ കടുവ ചത്തത് എന്നാണ് നമുക്കിനി അറിയാനുള്ളത്. അത് അല്പസമയത്തിനകം തന്നെ വനവകുപ്പ് ഉദ്യോഗസ്ഥരുടെ, മുതിർന്ന ഉദ്യോഗസ്ഥരുടെ മാധ്യമങ്ങളെ കാണുമ്പോൾ അത് വ്യക്തമാകുമെന്ന് ഞാൻ കരുതുന്നു.